ഇന്നലെ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെയാണ് ഒരു വനിതാ പ്രവർത്തകയുടെ മുടി ബൂട്ടിട്ട് പോലീസ് ചവിട്ടുകയും അവരുടെ വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തത്. അഴീക്കോട് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി റിയ നാരായണനാണ് ഈ പോലീസിൻ്റെ ക്രൂരത നേരിടേണ്ടി വന്നത്. ഇപ്പോൾ റിയ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് വളരെ നിഷ്ഠൂരമായിട്ടാണ് എന്നോട് പെരുമാറിയത്. എന്നോടെന്നല്ല, എൻ്റെ സഹപ്രവർത്തകരോട് അങ്ങനെ തന്നെ ചെയ്തത്. എൻ്റെ ഡ്രസ്സ് വലിച്ചു കീറി എൻ്റെ മുടിയെ ചവിട്ടി പിടിച്ച് എന്നെ അത്ര ക്രൂരമായിട്ട് അവർ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ എൻ്റെ മുടിയിൽ ചവിട്ടിയതിന് അതൊരു പുരുഷ പോലീസ് കൂടിയാണ്. മുടി ചവിട്ടി പിടിച്ച സമയത്ത് നിങ്ങൾ എണീക്കാൻ ശ്രമിച്ചിരുന്നു? ഞാൻ എഴുന്നേക്കാൻ ശ്രമിക്കുക മാത്രമല്ല, ഞാൻ അവരോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുടി നിങ്ങൾ ചവിട്ടി പിടിച്ചിരിക്കുകയാണ്, ഇളക്കാൻ വേണ്ടി ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊരു കാരണവശാൽ ഇളക്കാതെ പിന്നെയും അത്ര ശക്തിയോട് കൂടി മുടി ചവിട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് അത് കൂടാതെ എന്നെ ഫ്രണ്ടിൽ നിന്ന് അവർ പിടിച്ച് പിന്നെയും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുടി അവിടെ അവർ ചവിട്ടിയിട്ട് അത് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ഫ്രണ്ടിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ശരിക്കും എന്നെ ഞങ്ങളൊരു ടാർഗറ്റ് ചെയ്ത പോലെ തന്നെയാണ് അതുപോലെ ഒരു പെരുമാറ്റം ഉണ്ടായിരുന്നത്. ഒരാളോടും, ഒരു സ്ത്രീയോടെന്നല്ല ഒരാളോടും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത്ര ശരിക്കും അവരൊരു പിണറായിയുടെ പോലീസാണെന്ന് തന്നെ അവരിപ്പം തെളിയിച്ചിരിക്കുകയാണ്. റിയയുടെ വസ്ത്രം വലിച്ചു കീറുക, കാരണം ആദ്യം തന്നെ അവർ അതാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മളെ പിടിക്കുകയോ വലിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. ഇവർ ആദ്യം തന്നെ വന്ന് കയറുന്നത് വസ്ത്രത്തിലേക്കാണ്, പിടിച്ചു വലിക്കുക. ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ യൂണിഫോം ഇട്ട് നിങ്ങളുടെ വസ്ത്രം ഇല്ലേ, ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലത്തെ ഒരു പെൺകുട്ടിയല്ലേ, അത് നിങ്ങളെപ്പോലത്തെ ഒരു സ്ത്രീയല്ലേ, നിങ്ങൾ എന്തിനാ വസ്ത്രത്തിൽ കയറി പിടിക്കുന്നുണ്ട്? അപ്പോൾ അപ്പാട് ആ പെണ്ണുങ്ങൾ പിടിച്ച് വലിക്കുകയാണ്. വലിച്ച് കീറിയ സമയത്ത് ഞാൻ അവളെ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്നെ പിടിച്ച് കൊണ്ടുപോകുന്നു. എന്നെ പിടിച്ച് വലിച്ച് പിങ്ക് പോലീസിൻ്റെ കാറിൽ കയറ്റാൻ വേണ്ടിയിട്ട് നോക്കിയ സമയത്ത് അവർ ഡോറ് തുറന്ന് എന്നെ അവിടുന്ന് അതിനകത്ത് ക്രൂരമായി, അത് ലാത്തി വെച്ചിട്ടും അവരെ ചവിട്ടിയിട്ടൊക്കെ നടുവിനൊക്കെ ചവിട്ടി അവരെന്നെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. എനിക്കിപ്പോൾ ശരീരം മൊത്തം വേദനയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്രയും നല്ല വേദനയിലുണ്ട്. ശക്തമായ പ്രതിഷേധത്തിനപ്പുറത്തേക്ക് നിയമ നടപടിയടക്കം സ്വീകരിക്കാനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തീരുമാനം. ഇപ്പോൾ ഏതായാലും ഈ പരിക്കേറ്റ വനിതാ പ്രവർത്തകർ തലശ്ശേരിയിലെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണൂരിൽ നിന്നും ഷാജി ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.